ഹായ് സോ ലോങ് കുറച്ച് ഒരു ബ്രേക്ക് പോലെ ആയിപ്പോയി. റിലേറ്റഡ് ഹാപ്പി ഓണം. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഓണം വ്ലോഗ് എന്തായാലും അടുത്തതായിട്ട് ഇടാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വ്ലോഗും കൂടെ പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടേക്കും ഓണത്തിന്റെ വ്ലോഗ് പോസ്റ്റ് ചെയ്യാം. എനിക്ക് മെയിനായിട്ട് ഓണം ഒന്നും വലിയ അടിപൊളിയല്ലേ, വലിയ സെലിബ്രേഷൻസോ അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ ഓണാണ്. ഇനി ഈ ഒരു വ്ലോഗിനെ പറ്റിയിട്ട് പറയാം. ആക്ച്വലി ഇതൊരു വ്ലോഗ് ആക്കണം എന്ന് വിചാരിച്ചിട്ടേ ചെയ്ത വ്ലോഗല്ല. എനിക്ക് ഫ്രെയിം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാനുണ്ട്. അപ്പോൾ എന്റെ സിസ്റ്റർ ആണെങ്കിൽ തലേ ദിവസം ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഓള് ഫ്രണ്ടിന്റെ കൂടെ ഫോക്കസ് മാളിലുള്ള ഫോട്ടോ ബൂത്തിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പം എന്റെ ലൈഫിലും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊന്നും ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് പോവാണ്. നേരവും അത്യാവശ്യം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പോണോ വേണ്ടയോ എന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചത്. ഒന്നാമത് നല്ല മഴയുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോയിലൊക്കെ കയറി അവിടെ ചെന്ന്. ഇതാണെങ്കിൽ ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ്. അപ്പൊ അവിടെ വരെ ലിഫ്റ്റ് ഒക്കെ കയറി എസ്കുലേറ്ററിലൊക്കെ കയറി അവിടെ എത്തി. പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ വേഗം കയറി ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഇവിടുന്ന് ഞങ്ങൾ താഴെ വരെ ലിഫ്റ്റിൽ പോവാന്ന് വിചാരിച്ചിട്ട് ലിഫ്റ്റിൽ കയറി നോക്കുമ്പോൾ -1 ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെയും മേലേക്ക് കയറിപ്പോയി. പിന്നെ ഞങ്ങൾ ഒരു കാര്യവും ഇല്ലാണ്ട് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി 30 റുപ്പീസിന്റെ ബില്ല് മാത്രം കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഫുൾ നല്ല മഴയാണ്. റോഡിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ചളിപിളിയായിട്ടാണ് എത്തിയിട്ടില്ല, മീൻസ് എസ്എമ്മിലേക്ക് എത്തിയത്. അവിടുന്ന് എനിക്ക് ഫ്രെയിം വാങ്ങാനും ഒരു അത്തർ ഷോപ്പിൽ കയറാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഐസ്ക്രീമും ബ്രൗണീസും ഒക്കെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്ക് അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പും ക്ലോസ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ എങ്ങനെയോ ബസ്സിലൊക്കെ കയറി. പക്ഷേ ബസ്സിലാണെങ്കിൽ നല്ല തിരക്കും, നിൽക്കാനോ ഇരിക്കാനോ ഒന്നിനും സ്ഥലമില്ല. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് അമ്പലപ്പടിയാണ് ഇറങ്ങിയത്. അവിടെ അമ്മയ്ക്കൊരു ഷോപ്പുള്ളതുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് അമ്മേന്റെ കൂടെ വീട്ടിലേക്ക് പോവാണ് ചെയ്യുന്നത്. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ അറിയുന്ന ഒരു അങ്കിളുടെ ഷോപ്പുണ്ട്. അവിടുന്ന് കുറേ ബേക്കറി ഐറ്റംസ് വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു. ഒരു ഡോണറ്റിന്റെ കാര്യമൊക്കെ എന്നോട് ഇട്ടുപോയിണ്ടേനും ഇതിന്റെ ബാഗിൽ തന്നെ ഉള്ളത്. വീട്ടിലെത്തി ഫ്രഷ് ആവുകയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ പൊട്ടിക്കൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാലേ ഭയങ്കര വേർത്തുമാണ്. നല്ല ക്രീമി ആയിട്ടുള്ള, മീൻസ് അധികം ബോറല്ലാത്തൊരു ടേസ്റ്റ് ആണ് ഇതിന്. 35 കൊടുത്തിട്ട് വാങ്ങുന്ന ഡോണറ്റിന് പകരം 25 റുപ്പീസിന്റെ പാക്കറ്റ് ഡോണറ്റ്സ് കുറച്ചുകൂടി നല്ലതാണ്. നല്ല വേർത്താണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പുതിയ കാര്യങ്ങൾ വാങ്ങാനും യൂസ് ആക്കാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ പോളറോയിഡ് കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ ബൂത്തിന്റെ പരിപാടി സത്യം പറഞ്ഞാൽ ഭയങ്കര വേർത്ത് ആയിട്ടുള്ള കാര്യമാണ്. 100 രൂപയ്ക്ക് 2 സ്ട്രിപ്സ് കിട്ടും. അതിൽ 3 ഫ്രെയിംസും ഉണ്ടാവും. കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് സ്പെക്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. പിന്നെ ഇത് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഓൺ ദ സ്പോട്ട് ആയിട്ട് തന്നെ ഫോട്ടോയും കിട്ടും. ഇപ്പൊ ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കിട്ടുകയും ചെയ്യും. ഒരു മെമ്മറീസിന്റെ അകത്തേക്ക് ഇതൊരു പക്കാ ഓപ്ഷൻ ആണ്. ഇതിന്റെ കൂടെയൊക്കെ പുറത്തു ആണെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഫുൾ കാര്യവും കഴിയും. അപ്പം ഇന്ന് ഈ ജേർണലിംഗിന്റെ അകത്ത് ഞാൻ ചെയ്യുന്നത് ഫോട്ടോ ബൂത്ത് ജേർണലിംഗ് ആണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും എനിക്ക് കുറച്ച് വെറൈറ്റി ആക്കണം എന്നുണ്ടെങ്കിലും സ്റ്റിൽ ഞാൻ ഒട്ടിച്ച ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അത് ഞാൻ മാറ്റിയിട്ട് ബബിൾ ആൽഫബറ്റ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ റെഡ് ഹാർട്ടിന്റെ വാഷി ടേപ്സ് യൂസ് ചെയ്തതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സമയത്ത് എന്തിനാ അത് ഒട്ടിച്ചതെന്ന് എനിക്കറിയില്ല. സ്റ്റൈലാക്കിയത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ ആ വെറൈറ്റി ക്ലാസ് ഒക്കെ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ. ശരിക്കും എല്ലാവർക്കും ഓണം എങ്ങനെ ഉണ്ടെങ്കിലും ജേർണലിംഗ് സീരീസ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് വ്ളോഗ്സ് ആക്കിയിട്ട് ഓരോ വ്ളോഗ്സിന്റെ അകത്തും ഓരോ ജേർണലിംഗ്സ് വെച്ചിട്ടിടണം. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ആ ഒരു ദിവസത്തിൽ തന്നെയാണ്. പക്ഷെ അന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാണ്ട് ഞാൻ അവിടെ കിടന്നുറങ്ങിപ്പോയി. പക്ഷെ എന്നും വ്ളോഗ് ഇടണം എന്ന് വിചാരിച്ചെങ്കിലും നടക്കാനായിട്ടില്ല. ഇതിന്റെ ഇടയിൽ കൂടെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അതിന്റെ വ്ളോഗ്സും കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. വഴിയെ ഡെയിലി വ്ളോഗ്സ് ഇടണം എന്ന് വിചാരിക്കുന്നു. നമ്മള് നിയർലി 3K ഫാമിലിയിലേക്ക് എത്താനായി. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ഇപ്പം ചെറിയ ഓരോ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് വ്ളോഗ്സ് ഒന്നും ഇടാൻ പറ്റാത്തത്. അത് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡെയിലി പോസ്റ്റ് ഒക്കെ ചെയ്യാം. ഡോണറ്റിന്റെ കവറിന്റെ മേലുള്ള ഡോണറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആ ഒരു ഡോണറ്റിന്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ. അതേപോലെ തന്നെ ഓരോരുത്തരും ഓരോ രീതിയിലും യുണീക്ക് ആണ്. ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആണ്. ആരെയും പോയിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ പറഞ്ഞാല് ആരും എല്ലാം കൊണ്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കൂല. കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കുറച്ചൊരു ലെസ്നെസ് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ക്യാമറ ഉള്ള ഫോൺ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇൻഷോട്ട്, ക്യാപ് കട്ട് തുടങ്ങി കുറെ ആപ്സ് ഉണ്ട്. ഇതിനകത്തൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യാം. എഡിറ്റിംഗിന്റെ ABCD അറിയില്ലെങ്കിലും കുറെ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കമന്റ് ചെയ്യുന്ന സമയത്തും എങ്ങനെയാണ് ഇപ്പോൾ ഒരു കമന്റിന്റെ അടിയിൽ വന്നിട്ട് ഇതൊക്കെ
ഒക്കെ ഇങ്ങനെ പറയാം. ചെയ്യാനൊക്കെ അത്യാവശ്യം സിമ്പിളാണ്. ചെറിയൊരു ലോജിക് ഉണ്ടായാൽ മതി. എഡിറ്റിംഗ് ടൂൾസുകളെ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പം വെറുതെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാ അങ്ങനെ ചോദിക്കുന്നതിന് പകരം ChatGPTയിലോ ഗൂഗിളിലോ യൂട്യൂബിലോ നോക്കിയിട്ട് ഒന്ന് കണ്ടു നോക്കുക. എല്ലാവരും എഡിറ്റ് ചെയ്യുന്നത് പല രീതിയിലേക്കും. അപ്പൊ ചിലവർക്ക് അത് പറഞ്ഞു തരാൻ അറിയും, ചിലവർക്ക് അത് പറഞ്ഞു തരാൻ അറിയൂല. ആ ഒരു കാറ്റഗറിയിലാണ് ഞാനും. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞു തരാൻ അറിയൂല. ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ടേനും അത് കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി ചെയ്യുന്നത്. കോർക്ക് ബോർഡിന്റെ അകത്തേക്ക് ആ ഒരു പോളറോയിഡിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഏരിയ ഒന്നും കൂടി ചേഞ്ച് ആക്കി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതും കഴിച്ച് പിന്നെ കിടന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബൈ.